ഹലോ ഗൈസ്, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹൈലൈറ്റ് മാളുടെ മുന്നിലാണ് കേട്ടോ. കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്, പക്ഷെ അത് സാധിച്ചത് ഇന്നാണ്. നമ്മുടെ കുഞ്ഞുട്ടിയാണെങ്കിൽ വളരെ ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈ മോളുള്ളത് തൃശ്ശൂരിലെ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് മോളിൻ്റെ പുറത്തുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. രാത്രി കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ബുക്ക് സ്റ്റാളാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കുഞ്ഞുട്ടിയുടെ കണ്ണുടക്കിയത് അവിടെ ഒന്നല്ല. ദേ കണ്ടോ, ഇതൊരു ഡബിൾ ടക്കർ ബസ്സാണ്. കണ്ട വഴിക്ക് തന്നെ കുഞ്ഞു ഓടി അതിനടുത്ത് ചെന്നു. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് ആൾ മുകളിലേക്ക് കയറി. അങ്ങനെ കുഞ്ഞുട്ടിയുടെ ബസ് ഇതേ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്ലോർ മൊത്തം ഒരു 2 റൗണ്ട് കറങ്ങി വരും കേട്ടോ. അതിന് സെപ്പറേറ്റ് ചാർജൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ബുക്ക് സ്റ്റാൾ കേട്ടോ. കുഴപ്പമില്ല, ഒത്തിരി പേര് വന്ന് ബുക്സൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു, കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുട്ടി കയറിയത് ഒരു ഇലക്ട്രിക് ജീപ്പിലായിരുന്നു കേട്ടോ. കുഞ്ഞുട്ടി മാത്രമല്ല, നമ്മുടെ പാത്തുക്കുട്ടിയും കൂടെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് പാത്തുക്കുട്ടി കരയുന്നായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു. പാത്തുക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പാത്തു നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ജീപ്പ് റൈഡ്. കുഞ്ഞുട്ടിയും പാത്തുക്കുട്ടിയും കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ഈ വൈറ്റ് ടീഷർട്ട് ഇട്ട പയ്യനാണ് കേട്ടോ ഈ കാറിൻ്റെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ കയ്യിലായിരുന്നു അതിൻ്റെ റിമോട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ കാർ റൈഡ് കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്കാണ് കേട്ടോ പോണത്. ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുട്ടി എസ്കലേറ്ററിൽ കയറുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷെ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാക്സിൻ്റെ ഒരു ഷോപ്പിലേക്കായിരുന്നു. അവിടെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഒരു സെക്ഷനിൽ നമ്മുടെ ചപ്പൽസും പിന്നെ കിഡ്സിൻ്റെ കുറച്ച് ആക്സസറീസും ഫാൻസി പിന്നെ സ്റ്റേഷനറി സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നും ഒന്നും വാങ്ങിയില്ല ഗൈസ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല. പിന്നെ ഇതേ അടുത്ത ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. അച്ഛൻ വിളിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞു, അച്ഛൻ വിട്ടോ വെച്ചാൽ ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ കുഞ്ഞുട്ടി ഒറ്റയ്ക്ക് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, കുഞ്ഞിന് ആ ഫസ്റ്റ് ടൈം ഉള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾ ഓക്കെ ആയി. ഇവിടെ ദേ വീണ്ടും അടുത്ത പിള്ളേരെ പറ്റിക്കൽസ്. പിന്നെ നമ്മൾ പോയത് ഈസി ബൈൻ്റെ ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തത്. ഇവിടെ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു.
അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങി. ഇതേ കുഞ്ഞുട്ടിൻ്റെ ഈ ഓട്ടോ എവിടേക്കാണെന്ന് മനസ്സിലായല്ലോ. ട്രെയിനടുത്തേക്ക് ചെന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞുവിന് ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞത് കയറിയിരുന്നു. പെട്ടെന്ന് തന്നെ ആളുടെ ഭാവം ഒന്ന് മാറിയിട്ടോ. കണ്ടോ, മറ്റൊന്നല്ല കേട്ടോ, ഈ ജോക്കറിനെ കണ്ടിട്ട് ആളൊന്ന് പേടിച്ചു. പിന്നെ നമ്മൾ ഈ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബാക്കിലത്തെ സീറ്റിൽ പോയിരുന്നു. അങ്ങനെ ദേ നമ്മുടെ കുഞ്ഞുട്ടിയുടെ ട്രെയിൻ പുറപ്പെടുകയാണ് കേട്ടോ. ഇതേ കുഞ്ഞുട്ടിട്ട് ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്കായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല ഗൈസ്, എത്ര വെറൈറ്റീസ് ഫുഡായിരുന്നു. അങ്ങനെ എന്ത് വാങ്ങണമെന്ന് ആലോചിച്ച് ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. എല്ലാ ഷോപ്പിലും പോയി നോക്കി. അവസാനം ഫുഡ് ഒന്ന് ഫൈനലൈസ് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് അവസാനം ഞങ്ങൾ പോയി നിന്നിരിക്കണത് ദേ ഒരു ചിക്കനിൻ്റെ മുമ്പിലാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രൈഡ് ചിക്കനും പിന്നെ കുഞ്ഞോട്ടനൊരു ഷേക്കും വാങ്ങി. ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലു ഡെയിലിയിലേക്ക് പോയിട്ടോ. അവിടെ നിന്ന് ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.